അപ്പോൾ ഹാളിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള 2 റൂമും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, ആ ബാത്റൂമും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിട്ട് കിടക്കാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അതൊരു വലിയ റൂം തന്നെയാണ് കേട്ടോ. നല്ല നല്ല വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീട്ടിലെ ഏറ്റവും വെളിച്ചമുള്ള റൂം ഈ റൂമാണ് കേട്ടോ. അപ്പോൾ ഒരു കട്ടിലുണ്ട്. പിന്നെ വൈഫൈ ഈ റൂമിൽ കിട്ടാത്തതുകൊണ്ട് ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ, എക്സ്റ്റൻഷൻ വൈഫൈയുടെ. പിന്നെ ഇവിടെയാണ് ചെരുപ്പ് സ്റ്റാൻഡ് ഉള്ളത്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട് കേട്ടോ. ഇവിടെ മുഴുവൻ മനുവേൻ്റെ സാധനങ്ങളാണ് കേട്ടോ, സ്പ്രേകൾ, പൗഡറുകൾ. ഇതിലായിട്ട് ഞാനൊന്നും വെക്കാറില്ല, പക്ഷേ പൊഞ്ചിൽ കൊണ്ട് ക്ലിപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു പൊട്ടിരിപ്പുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ കുറേ വാച്ചുകളാണ് കേട്ടോ. ഇനി മനുവേട്ടിന് വാച്ച് വെക്കാൻ വേണ്ടി ഒരു പെട്ടി മേടിക്കണം. പിന്നെ ഇതിവിടെ കണ്ടോ, ഇത് മുഴുവൻ ഫയൽസൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടോ സോപ്പ്, എന്തൊക്കെയൊക്കെ ഉണ്ട്, സോപ്പുകളും. ഇതെന്തോ ഈ ഷേവ് ചെയ്യണ സാധനം, കുറേ സാധനങ്ങളുണ്ട്. എല്ലാം മനുവേട്ടൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ ഇത് അടച്ചേക്കാം. അതിൻ്റെ മുകളിലൊന്നുമില്ല കേട്ടോ. ഇവിടെ മനുവേട്ടൻ്റെ തുണികൾ മടക്കി വെച്ചേക്കാം കേട്ടോ. മനുവേട്ടൻ്റെ തുണികളെല്ലാം ഞാൻ വൃത്തിക്കാട്ടോ മടക്കി വയ്ക്കുള്ളൂ, കാരണം മനുവേട്ടന് അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നല്ല വൃത്തിക്കാനിരിക്കണേ. പിന്നെ പൊഞ്ചിയുടെ കുറേ കളിപ്പാട്ടങ്ങൾ പൊക്കത്തിരിപ്പുണ്ട്. അത് ഞാൻ പതുക്കെ എല്ലാം ഓരോന്നോരോന്നായി കാണിക്കാം കേട്ടോ. ഇതെന്തായാലും തുണിയൊക്കെ വെക്കണ സ്ഥലമാണ്. പിന്നെ ഇത് ബനിയനും ട്രൗസേഴ്സും പാൻസും ഒക്കെയാണ് കേട്ടോ. ഇവിടെ ഷർട്ട് മുഴുവൻ ഇവിടെയാണ് തൂക്കിയിടുന്നത് കണ്ടോ. ഷർട്ട് മുഴുവൻ ഇങ്ങനെ ഇവിടെ തൂക്കിയിടും. പിന്നെ ഇത് മുഴുവൻ സ്വെറ്ററുകളാണ് കേട്ടോ. ഇത് ജിങ്കിൾ ബെൽസ് ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ എടുത്ത് വെച്ചാണ്. ഇത് പൊഞ്ചിയുടെ കുറേ സാധനങ്ങൾ. കർട്ടൻ ബാക്കി വന്നത് ഇവിടെ ഇരിപ്പുണ്ട്. കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് താങ്ങുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങളെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മിക്സി കേടായത് ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ പിന്നെ അവിടെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഊരി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ മാസ്റ്റർ ബെഡ്റൂമിലാണ് ബാൽക്കണി ഉള്ളത്. അപ്പോൾ ഇവിടെ കുറേ ചെടി നടാൻ വേണ്ടിയിട്ട് കുറേ ഇതിൽ മണ്ണിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ. വിത്തൊക്കെ വിതച്ചിട്ടിട്ടുണ്ട് അതിനകത്ത്. മണ്ണൊക്കെ കിട്ടാൻ പാടാണ്, ഇത് ഫ്ലാറ്റല്ലേ അതുകൊണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബാൽക്കണി കണ്ടോ. കുറേ ചെടിയൊക്കെ ഞാനിവിടെ നട്ടിട്ടുണ്ട്. ഈ അപ്പുറത്തെ ഓപ്പോസിറ്റ് വീടില്ലേ, അത് ഒരു തമിഴായിട്ടുള്ളൊരു ചേട്ടൻ ഒരു കെനിയക്കാരത്തിനെ കല്യാണം കഴിച്ചിട്ട് താമസിക്കുന്നതാണ് ഈ അപ്പുറത്തെ വീട്ടിൽ. അവരിങ്ങനെ മൂടി കെട്ടി വെച്ചേക്കും. 2 പിള്ളേരുണ്ട് അവിടെ, പൊടി അങ്ങ് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്, കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ഥലം കേട്ടോ. പക്ഷെ അവിടെ ആയിട്ട് ഇങ്ങനെ ബിൽഡിങ്സൊക്കെ കാണാം കേട്ടോ. കുറേ പാവം പിടിച്ച ആൾക്കാർ താമസിക്കുന്ന സ്ഥലം കേട്ടോ. ഇത് നമ്മൾ 3ാമത്തെ നിലയാണ് കണ്ടോ. 1, 2, 3 നമ്മുടെ നേരെ ഈ തമിഴായിട്ടുള്ള ആൾക്കാർ താമസിക്കണം. അപ്പോൾ എൻ്റെ ചെടിയൊക്കെ വെള്ളം ഒഴിക്കാണ്ടൊക്കെ കുറേയൊക്കെ നശിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇച്ചിരി വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ചെടികൾ കണ്ടോ. അവിടെയും കുറേ വീടുകളാട്ടോ. ഇങ്ങനെ വീടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. ഇങ്ങോട്ട് നോക്കിയാൽ ഒരു കോളനി പോലെ. പക്ഷേ ഇഷ്ടമാട്ടോ, എനിക്ക് ഈ റൂം ഇഷ്ടമാട്ടോ. നല്ല വെളിച്ചം. ഒരു ചെടി വാടിയപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചേക്കണേ കേട്ടോ. നന്നാവുമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചേക്കണേ. ഇതാണ് ബെഡ്, വലിയ ബെഡാണ്. അതിൽ ഇത് തികയില്ല, ഈ ബെഡ്ഷീറ്റ് തികയില്ല. അതുകൊണ്ട് ഇങ്ങനെ കണ്ടോ ഇവിടെ ഇങ്ങനെ എത്തിയിട്ടില്ല. പിന്നെ പൊഞ്ചിയുടെ ഒരു ടേബിൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ക്രയോൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തുറക്കണേണ്. പിന്നെ മനുവേൻ്റെ ചെരുപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു ജഗ്ഗും വെള്ളം ഇരിപ്പുണ്ട്. നല്ലോണം ഒത്തിരി ജനലുണ്ട് കേട്ടോ. ഒത്തിരി കർട്ടൻ വേണ്ടി വരും ഇവിടെ. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു ബാത്റൂം ഉണ്ട് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കണ്ടോ. ഒരു ബക്കറ്റും ഇരിപ്പുണ്ട്. ഇവിടെ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ കുളിക്കുന്ന സ്ഥലം കണ്ടോ. കൊച്ചു ബാത്റൂമാണേ, പക്ഷെ മറ്റതിനേക്കാൾ വലുതാട്ടോ. ഇവിടെ തുണി കഴിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഇത്രയാണ് മാസ്റ്റർ ബെഡ്റൂമിനുള്ളത്. നല്ലതല്ലേ മാസ്റ്റർ ബെഡ്റൂം. ഇത് ഇവിടെ ഒരു വലിയ കണ്ണാടിയുണ്ട്, നിലക്കണ്ണാടി. പിന്നെ വേറെ ഒന്നുമില്ല. എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയട്ടോ. ഇറങ്ങാം അല്ലേ. അടുക്കളയുടെ അവിടുത്തെ ഒരു വർക്ക് ഏരിയ ഉണ്ട്, അതും കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് തീർന്നു. 3 മുറിയും അടുക്കളയും ഹാളും ഡൈനിങ് റൂം എന്ന് പറയാൻ പറ്റില്ല, ഡൈനിങ് സ്പേസും പിന്നെ ഒരു വർക്ക് ഏരിയയും കൂടെ കൂടുന്നതാണ് ഈ ഫ്ലാറ്റ്. ഈ ഫ്ലാറ്റിൻ്റെ റെൻറ്റ് ഇപ്പം ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ട് 17 മാസമായി. അപ്പോൾ അതിന് മുമ്പ് 60 ആയിരുന്നു. ഇപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 65 ആക്കിയിട്ടുണ്ട്. 65,000 ഷില്ലിങ്സ്. ഇപ്പം ഞങ്ങൾക്ക് 60 തന്നെ അടച്ചാൽ മതി. 60 തന്നെയാണ് ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്ന് താമസിക്കുന്നവരോട് 65 രൂപയാണ് മേടിക്കുന്നത്. റെൻ്റ് അടച്ചിട്ടുള്ളൊരു പേപ്പർ ഞാൻ കാണിച്ചില്ല കേട്ടോ. അത് കണ്ടോ, 60,000 ഷില്ലിങ്സാണ്. പിന്നെ കറണ്ട് ഞാൻ ഇന്നലെ കാണിച്ച വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഒരു 5,000 ഷില്ലിങ്സിനുള്ള നമ്മൾ അടച്ചാലാണ് 1 മാസത്തേക്കുള്ള കറണ്ട് കിട്ടുള്ളൂ. അത്രയൊക്കെ ആവും കേട്ടോ. കാരണം ഫ്ലാറ്റൊക്കെ അല്ലേ, ഈ ഏരിയയിട്ട് ഇത്തിരി റേറ്റ് കൂടുതലാണ്. അങ്ങനെ 5,000 ഷില്ലിങ്സിൻ്റെ കറണ്ട്. അപ്പോൾ 65,000. പിന്നെ വെള്ളത്തിനൊരു 5 ഒക്കെ ആവും. പിന്നെ 5,000 ഷില്ലിങ്സൊക്കെ ആവും.
പിന്നെ വൈഫൈ ഒരു 5000 ഷില്ലിങ്സ് ഒക്കെയാണ്. അങ്ങനെ ടോട്ടൽ നമ്മളൊരു വീട്ടിലേക്ക് തന്നെ ഈ കെനിയിൽ താമസിക്കുമ്പോൾ ഇത് ഇത്തിരി ടൗൺ ഏരിയ ആണ്, അതുകൊണ്ടായിരിക്കണം ഗ്രാമങ്ങളിൽ ആ സൈഡിട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ആത്തൂർ ആ സൈഡിട്ട് പോകുമ്പോൾ ഇത്രയും ചിലവില്ല. എന്നാലും ഒരു 75 രൂപ വീട്ടിലേക്ക് തന്നെ വെറുതെ കൊടുക്കേണ്ടി വരും കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. മെയ്ഡ് ഉണ്ടെങ്കിൽ മെയ്ഡിന് കാശ് കൊടുക്കേണ്ടി വരും. മെയ്ഡിനൊക്കെ ഇവിടെ ഏറ്റവും കുറഞ്ഞൊരു മെയ്ഡ് 2 മണിക്കൂറത്തേക്കൊക്കെ വന്ന് ചെയ്തിട്ട് പോകണേന് പണിയൊക്കെ ചെയ്തിട്ട് പോകണേന് 5000 ഷില്ലിങ്സ് ഒക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. സ്ഥിരമായിട്ട് ഇങ്ങനെ ഫുൾ ടൈം നിൽക്കുന്ന മെയ്ഡിന് 12000 തൊട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷനും 12000 ഷില്ലിങ്സ് തൊട്ട് 20000 വരെ കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ജീവിത രീതികൾ. ഞാൻ SP പറയണമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇവിടെ 2 ലക്ഷം ഷില്ലിങ്സിനൊക്കെ താമസിക്കുന്നവരുണ്ട്, അവരെ എനിക്കറിയാം. വളരെ വില കുറഞ്ഞ രീതിയിൽ താമസിക്കുന്നവരുണ്ട്, അവരെ എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഒരു മീഡിയം രീതിയിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇത് ഇത്തിരി കൂടുതലായിപ്പോയി. കാരണം നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു പകുതിയും മുക്കാലും നമ്മൾ റെൻറ്റിലേട്ടും ഈ വീടിൻ്റെ കാര്യങ്ങൾക്കാണ് കൊടുക്കുന്നത്. ഇനി ഒരിക്കലും നമ്മളിങ്ങനെ ഒരു വീട് എടുക്കില്ല. കാരണം എന്തിനാ ഇങ്ങനെ കുറേ വാടക കൊടുക്കണേ? കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താലും കുറച്ച് ചുരുങ്ങിയാലൊക്കെ നമ്മളൊന്ന് കുറച്ച് മിച്ചം പിടിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പോൾ ഈ വീടിന് ലിഫ്റ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം കുറച്ച് റെൻറ്റ് കൂടണത്. ലിഫ്റ്റ് ഇല്ലാത്ത വീടിന് ഒരു ഇച്ചിരി റെൻറ്റ് കുറയും കേട്ടോ, ഒരു 50-നൊക്കെ കിട്ടും. ഇത് ലിഫ്റ്റ് പിന്നെ സോളാറുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.